All new Hyundai Creta Electric. Let's have a quick walk around. Hi guys, welcome back to Subby Stills. Hope you all are doing well. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഹ്യുണ്ടായി ക്രെറ്റ EVയുടെ വിശേഷങ്ങളുമായിട്ടാണ്. പിന്നെ ഹ്യുണ്ടായിയുടെ ഫസ്റ്റ് ലോക്കലൈസ്ഡ് EV കൂടിയാണ് ക്രെറ്റ ഇലക്ട്രിക്. അപ്പോൾ നമുക്ക് ക്രെറ്റ EVയിലോട്ട് വരുമ്പോൾ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഓഫർ ചെയ്തതെന്ന് നോക്കാം. ഫ്രണ്ട് ലുക്കിലോട്ട് വരുമ്പോൾ ക്രെറ്റയുടെ സ്റ്റൈലിംഗിൽ മേജർ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല കമ്പയറിംഗ് ടു പെട്രോൾ മോഡൽ. ഇവിടെ ക്ലോസ്ഡ് ആയിട്ടുള്ള പിക്സലേറ്റഡ് ഗ്രില്ലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതൊരു ബോക്സി ടൈപ്പിലാണ് വന്നിട്ടുള്ളത്. ലുക്കിംഗ് വെരി സ്മാർട്ട്. ഇവിടെ ഇന്റഗ്രേറ്റഡ് ആയിട്ട് ചാർജിംഗ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഹ്യുണ്ടായി ലോഗോവും നമുക്ക് ഇവിടെ കാണാൻ പറ്റും. AC DC ചാർജിംഗ് പോയിന്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ ചാർജിംഗ് സ്റ്റേറ്റസും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ രണ്ട് സൈഡിലും എയറോ ഫ്ലാപ്സ് കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് സെറ്റപ്പിലോട്ട് വരുമ്പോൾ ഇവിടെ കണക്റ്റഡ് LED DRLS ആണ് വന്നിട്ടുള്ളത്. കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇവിടെ സെയിം പിക്സലേറ്റഡ് ഡിസൈൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്ക്വയർ ടൈപ്പിൽ LED ഹെഡ്ലാമ്പ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ സീക്വൻഷ്യൽ LED ടേൺ ഇൻഡിക്കേറ്ററും വന്നിട്ടുണ്ട്. ലോവർ ബോഡിയിലോട്ട് വരുമ്പോൾ സിൽവർ കളറിൽ സ്കിഡ് പ്ലേറ്റ് ഇവിടെ വന്നിട്ട് കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് വന്നിരിക്കുന്നത് 190 mm ആണ്. ഇവിടെ ബോണറ്റിലൊക്കെ ഷാർപ്പ് ലൈൻ വന്നിട്ടുള്ളത് കാണാം. അതുകൊണ്ട് തന്നെ നല്ലൊരു അഗ്രസീവ് ലുക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. സൈഡ് പ്രൊഫൈലിലോട്ട് വരുമ്പോൾ ഒരു പുതിയ ലുക്കിൽ എയ്റോ അലോയ് വീൽസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. വീൽ പ്രൊഫൈൽ വന്നിരിക്കുന്നത് 215 60 R17 ആണ്. ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഫീച്ചേഴ്സോട് കൂടിയിട്ടുള്ള വീലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഒരു ഡ്യുവൽ കളറിലാണ് വന്നിട്ടുള്ളത്, ഗ്രേ ആൻഡ് സിൽവർ. ഫ്രണ്ടും റിയറും ഡിസ്ക് ബ്രേക്സിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ വീൽ ആർക്കിലും ക്ലാഡിംഗ് വന്നിട്ടുള്ളത് കാണാം. റണ്ണിംഗ് ബോർഡിൽ സിൽവർ ഫിനിഷിംഗ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ORVM വന്നിട്ടുള്ളത് ഓട്ടോ ഫോൾഡ് ആണ്. വിത്ത് ടേൺ ഇൻഡിക്കേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഗ്രേ കളറിൽ റൂഫ് റെയിൽസ് വന്നിട്ടുണ്ട്. ഇത് ലുക്കിന് വേണ്ടിയിട്ട് മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡു നോട്ട് ക്യാരി ലോഡ്. ഇവിടെ ഒരു ഗ്രേ കളറിൽ ഒരു എലമെന്റ് വന്നിട്ടുള്ളത് കാണാം. നല്ല ഭംഗിയായിട്ടുണ്ട്. ബോഡി കളറിലാണ് ഡോർ ഹാൻഡിൽ വന്നിട്ടുള്ളത്. റിയർ പ്രൊഫൈലിലോട്ട് വരുമ്പോൾ നല്ലൊരു റോഡ് പ്രസൻസ് തന്നെയാണ് ക്രെറ്റയ്ക്ക് ഉള്ളത്. ടോപ്പിൽ ഷാഫിൻ ആന്റിന കാണാം. ഇവിടെ എയറോ ഡൈനാമിക് ലുക്കിൽ സ്പോയിലർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നല്ല സ്മാർട്ട് ലുക്ക് ആയിട്ടുണ്ട്. റിയർ ഡീഫോഗർ കാണാം, റിയർ വൈപ്പർ. ഇവിടെ ഒരു യുണീക് ലുക്കിൽ കണക്റ്റഡ് LED ടെയിൽ ലാമ്പ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ 3 element LED ടേൺ ഇൻഡിക്കേറ്ററും ഓഫർ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ബ്ലാക്ക് ബാർ അപ്ലൈ ചെയ്തിട്ട് കാണാം. അവിടെയാണ് ഹ്യുണ്ടായി ലോഗോ വന്നിട്ടുള്ളത്. 433 ലിറ്ററിലുള്ള മാസീവ് ബൂട്ട് സ്പേസ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഇവിടെ ലഗേജ് റൂം ലാമ്പ് LED പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബൂട്ട് സ്പേസ് ആണ് ഹ്യുണ്ടായി ഓഫർ ചെയ്തിട്ടുള്ളത്. എഗെയിൻ നല്ലൊരു ബോൾഡ്നെസ് ആണ് നമുക്ക് ക്രെറ്റ EVയിൽ കാണാൻ പറ്റുന്നത്. ഇനി ഒന്ന് റിയർ കംഫർട്ട് ചെക്ക് ചെയ്യാം. നമ്മുടെ ഫാമിലിന്റെ കൂടെ ലോങ് ഡ്രൈവിനൊക്കെ എത്ര കംഫർട്ടബിൾ ആണെന്ന് ചെക്ക് ചെയ്യാം. സിറ്റിംഗ് ഈസ് വെരി മച്ച് കംഫർട്ടബിൾ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലെഗ് റൂമും അണ്ടർ തൈ സപ്പോർട്ടും ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ഹെഡ് റൂമും നല്ല സ്പേഷ്യസ് ആയിട്ടുണ്ട്. 3 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് ആണ് വന്നിട്ടുള്ളത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റും നല്ല വീതിയുള്ള ആംറസ്റ്റ് വന്നിട്ടുണ്ട്. കൂടെ 2 കപ്പ് ഹോൾഡറും കാണാൻ പറ്റും. സീറ്റ് അപ്പോൾസ്ട്രി വന്നിരിക്കുന്നത് ഫാബ്രിക് ആണ്. ടോപ്പ് വേരിയന്റിൽ ലെതർ അപ്പോൾസ്ട്രിയും അതിന്റെ താഴെയുള്ള വേരിയന്റിൽ ഫാബ്രിക് അപ്പോൾസ്ട്രി ആണ് വന്നിട്ടുള്ളത്. 3 പോയിന്റ് സീറ്റ് ബെൽറ്റും ഐസോഫിക്സ് ഫീച്ചറും അവൈലബിൾ ആണ്. രണ്ട് സൈഡിലും LED ലൈറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. കൂടെ തന്നെ ഗ്രാബ് ഹാൻഡിലും കാണാൻ പറ്റും. സെന്റർ കൺസോളിലോട്ട് വരുമ്പോൾ റിയർ AC വെന്റ് നല്ല സ്റ്റൈലായിട്ട് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു ക്രോം എലമെന്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. AC ഫ്ലോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനും കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഫോൺ സ്റ്റോറേജ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. പിന്നെ 60-40 സീറ്റ് സ്പ്ലിറ്റ് അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ 3 പേർക്ക് നല്ല കംഫർട്ട് ആയിട്ട് ട്രാവൽ ചെയ്യാം. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ളത്. അതിലൊന്നും ഹ്യുണ്ടായി ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. എല്ലാ കാര്യവും നല്ല പെർഫെക്ഷനോട് കൂടിയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇനി ഫ്രണ്ട് ക്യാബിൻ ചെക്ക് ചെയ്യാം. റിക്വസ്റ്റ് സെൻസർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓൺലി ഡ്രൈവർ സൈഡിലാണ് വന്നിട്ടുള്ളത്. കീലെസ് സ്മാർട്ട് എൻട്രി ആണ്. വിൻഡോ പാനലിലോട്ട് വരുമ്പോൾ റിയറിൽ കണ്ട സെയിം പാറ്റേണിലാണ് കളർ തീം വന്നിരിക്കുന്നത്. അഡീഷണലി ഇവിടെ ORVM കൺട്രോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ലോക്ക് അൺലോക്ക്, ഓൾ പവർ വിൻഡോസ്, ബോട്ടിൽ ഹോൾഡേഴ്സ്, പിന്നെ ഒരു സ്റ്റോറേജ് സ്പേസും കാണാൻ പറ്റും. ഡാഷ്ബോർഡ് വന്നിരിക്കുന്നത് ഡ്യുവൽ ടോൺ കളർ തീമിലാണ്. ഗ്രേ ആൻഡ് ബേജ് കളറിലാണ് ഡാഷ്ബോർഡ് വന്നിട്ടുള്ളത്. നല്ല എലഗൻ ലുക്ക് ആയിട്ടുണ്ട്. ഇവിടെ കൺസീൽഡ് ആയിട്ട് AC വെന്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ബ്ലാക്ക് ഗ്ലോസി ഫിനിഷിംഗിൽ ഒരു ബാർ കൊടുത്തിട്ടുള്ളത് കാണാം. ഇവിടെയും ഒരു സ്റ്റോറേജ് സ്പേസ് വന്നിട്ടുണ്ട്. ഫ്ലോട്ടിംഗ് കൺസോളിലോട്ട് വരുമ്പോൾ ഇവിടെ ലെതറേറ്റഡ് ആയിട്ടുള്ള ഫിക്സഡ് ആയിട്ടുള്ള ആംറസ്റ്റ് വന്നിട്ടുണ്ട്. ഇവിടെ കൂളിംഗ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ 2 കപ്പ് ഹോൾഡർ വന്നിട്ട് കാണാം. ഇവിടെ നമുക്ക് ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇത് റോൾ ചെയ്താൽ ഡ്രൈവ് മോഡ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പാർക്കിംഗ്, ഓട്ടോ ഹോൾഡ്, റിയർ ക്യാമറയുടെ കൺട്രോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ആംബിയൻ ലൈറ്റ് ഓഫർ ചെയ്തിട്ടുണ്ട്. സെന്റർ കൺസോൾ നല്ല പ്രീമിയം ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. സെന്റർ കൺസോളിന് താഴെ ഇവിടെ ഓപ്പൺ സ്റ്റോറേജ് വന്നിട്ടുണ്ട്. ഇവിടെ വയർലെസ് ചാർജിംഗ് പാഡ് വന്നിട്ടുണ്ട്. പിന്നെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, 12 വോൾട്ട് ചാർജിംഗ് ഔട്ട്ലെറ്റ്, പിന്നെ ഒരു USB ചാർജിംഗ് പോർട്ടും വന്നിട്ടുണ്ട്. ഡ്യുവൽ സോൺ AC ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ടച്ച് പാനലാണ് വന്നിട്ടുള്ളത്. AC ഫോർ ഡ്രൈവർ ഓൺലി ഓപ്ഷനും അവൈലബിൾ ആണ്.
ഫിസിക്കൽ ബട്ടൺ വന്നിട്ടുള്ളത് ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ ആണ് AC വരുന്നത്. ക്രെറ്റയിൽ കണ്ട സ്റ്റിയറിംഗ് വീൽ അല്ല നമുക്ക് EV-ലോട്ട് വരുമ്പോൾ കാണാൻ പറ്റുന്നത്. 3 സ്പോക്ക് മൾട്ടി ഫംഗ്ഷണൽ ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഓഫർ ചെയ്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീല് വന്നിട്ടുള്ളത് ടിൽറ്റ് ഓപ്ഷൻസോട് കൂടിയിട്ടാണ്. റൈറ്റിൽ ഇൻഫോർടൈൻമെന്റ് കൺട്രോളും വോയിസ് കൺട്രോളും വന്നിട്ടുണ്ട്. ലെഫ്റ്റിൽ ക്രൂയിസ് കൺട്രോളും MID കൺട്രോളും കാണാൻ പറ്റും. ഇവിടെയൊക്കെ നമുക്ക് സിൽവർ ഫിനിഷിംഗും കാണാൻ പറ്റും. ഇവിടെ നമുക്ക് പ്ലസ് മൈനസ് വന്നിട്ടുണ്ട്. ഇത് റീജനറേഷൻ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. റൈറ്റിൽ ഹെഡ് ലാമ്പ് അഡ്ജസ്റ്റ്മെന്റും ലെഫ്റ്റിൽ വൈപ്പർ കൺട്രോളും കാണാൻ പറ്റും. ഈ ഷിഫ്റ്റർ വന്നിട്ടുള്ളത് റൈറ്റിലാണ്. ഇവിടെ ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ് വന്നിട്ടുണ്ട്. ഇതൊന്ന് പ്രസ് ചെയ്താൽ പാർക്കിംഗ് മോഡിലോട്ട് പോകും. EV സ്റ്റാർട്ട് സ്റ്റോപ്പ് വന്നിട്ടുള്ളത് ഇവിടെയാണ്. ഇവിടെ കുറച്ച് ബട്ടൺസ് വന്നിട്ടുണ്ട്. ഹെഡ് ലാമ്പ് ലെവലർ, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് കൺട്രോൾ ഒക്കെ കാണാൻ പറ്റും. ഫുഡ് ലിവർ ഇവിടെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. 6 വേസ് ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റ് ആണ് വന്നിട്ടുള്ളത്. ഇവിടെ സ്ക്രാച്ച് ഒന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ട് സ്കഫ് പ്ലേറ്റും വന്നിട്ടുണ്ട്. നല്ല യൂസ്ഫുൾ ആണ്. 10.23 ഇഞ്ചസ് സൈസിൽ ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ലെഫ്റ്റിൽ സ്പീഡ് ഡിസ്പ്ലേ, റൈറ്റിൽ റേഞ്ചും ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റവും ഇതിൽ അവൈലബിൾ ആണ്. ഡ്രൈവ് മോഡിനനുസരിച്ച് ഇതിൽ തീമും ചേഞ്ച് ചെയ്യും. ഇപ്പൊ നോർമൽ ആണുള്ളത്. സ്പോർട്ടിലോട്ട് വരുമ്പോൾ റെഡിലോട്ട് മാറുന്നുണ്ട്. 3 ഡ്രൈവ് മോഡ്സ് ആണ് വന്നിട്ടുള്ളത്. ഇക്കോ, സ്പോർട്ട്, നോർമൽ. നല്ല ആനിമേഷനും കൊടുത്തിട്ടുണ്ട്. താഴെ ബ്ലൂ ആക്സൻസ് വന്നിട്ടുള്ളതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ 10.25 ഇഞ്ചിന്റെ ടച്ച് സ്ക്രീൻ ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. ആൻഡ്രോയിഡ് ഓട്ടോ ആൻഡ് ആപ്പിൾ കാർപ്ലേയിൽ അവൈലബിൾ ആണ്. 4 സ്പീക്കറും 2 ട്യൂറ്ററും വന്നിട്ടുണ്ട്. ബോസിന്റെ സ്പീക്കർ ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. നല്ല ടച്ച് റെസ്പോൺസ് ആണ്. ജിയോ 7 ഒക്കെ ഇൻബിൽറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. EV-ലോട്ട് പോയാൽ ബാറ്ററി പെർസെന്റേജ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ റേഞ്ചും ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെറ്റിംഗ്സിൽ പോയാൽ വെഹിക്കിൾ, നേവിഗേഷൻ, സൗണ്ട്, ഡിവൈസ് കണക്ഷൻ ഒക്കെ അവൈലബിൾ ആണ്. വെഹിക്കിൾ സെറ്റിംഗ്സിൽ പോയാൽ ഡ്രൈവർ അസിസ്റ്റൻസ് ഇവിടെ കാണാൻ പറ്റും. ഡ്രൈവ് മോഡ്, ക്ലസ്റ്റർ, ക്ലൈമറ്റ്, ലൈറ്റ്, ഡോർ കൺവീനിയൻസ് ഇതൊക്കെ അവൈലബിൾ ആണ്. റിയർ ക്യാമറ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്യാം. നല്ല ക്ലാരിറ്റിയിലാണ് റിയർ ക്യാമറ വന്നിട്ടുള്ളത്. മൊത്തത്തിൽ ലക്ഷൂറിയസ് ആൻഡ് പ്രീമിയം ഇന്റീരിയർ ആണ് ക്രെറ്റ ഇലക്ട്രിക്കിൽ വന്നിട്ടുള്ളത്. സ്മാർട്ട് 1 ടച്ച് വോയിസ് എനേബിൾഡ് സൺറൂഫ് ആണ് ഓഫർ ചെയ്തിട്ടുള്ളത്. പാനറോമിക് സൺറൂഫ് ആണ് വന്നിട്ടുള്ളത്. നല്ല വ്യൂ കിട്ടുന്ന സൺറൂഫ് ആണ് ഹ്യുണ്ടായി ഓഫർ ചെയ്തിട്ടുള്ളത്. ഇതാണ് ക്രെറ്റ ഇലക്ട്രിക്കിന്റെ കീ. ലോക്ക്, അൺലോക്ക്. ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ വണ്ടി നമുക്ക് പുറത്തുനിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ടെയിൽ ഗേറ്റ് അൺലോക്ക്. ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ആണ് കീയിൽ വരുന്നത്. ഫുഡിൽ 22 ലിറ്റർ സൈസിൽ ഒരു സ്പേസ് വന്നിട്ടുണ്ട്. ഇവിടെയും നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടിട്ട് പറ്റും. മാക്സിമം ലോഡ് വരുന്നത് 10 kg ആണ്. ഇവിടെ ബോണറ്റിൽ ഇൻസുലേഷനും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അഡ്വാൻസ്ഡ് ഇന്റർനെറ്റ് ഫീച്ചേഴ്സിൽ വരുന്നത് ലൈവ് ലൊക്കേഷൻ, ഓവർ ദ എയർ അപ്ഡേറ്റ്സ്, അലക്സ കണക്ടിവിറ്റി, റിമോട്ട് ഇമ്മൊബിലൈസർ, എമർജൻസി അസിസ്റ്റൻസ്, ഓവർ ദ എയർ അപ്ഡേറ്റ്സ് ഇവയൊക്കെയാണ്. വില വരുന്നത് 42 ബാറ്ററി പാക്ക് ആണെങ്കിൽ ബേസ് വേരിയന്റിന് 17.99 lakhs ആണ്. എക്സ്ഷോറൂം വരുന്നത് 51.4 ബാറ്ററി പാക്ക് ആണ് ചൂസ് ചെയ്യണ്ടെങ്കിൽ അതിന്റെ വില വരുന്നത് 21.49 lakhs ആണ്. എക്സ്ഷോറൂം വരുന്നത്. ബാറ്ററി വാറന്റി വരുന്നത് 8 year അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ ആണ്. 10 കളേഴ്സിലാണ് ഹ്യുണ്ടായി ക്രെറ്റ ഇലക്ട്രിക് എത്തിയിരിക്കുന്നത്. 3 മാറ്റ് കളർ, 2 ഡ്യുവൽ കളർ, പിന്നെ ബാക്കി വരുന്നത് റെഗുലർ കളേഴ്സിലുമാണ്. നിങ്ങൾ ഇപ്പൊ കാണുന്ന വേരിയന്റ് സ്മാർട്ട് ഓപ്ഷണൽ LR ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ക്രെറ്റ ഇലക്ട്രിക്കിന്റെ ഫീച്ചേഴ്സിൽ വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.